കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത ഒരു വിഷയം അനുമോൾ അനീഷ് വിഷയമാണ്. ഇരുവരും പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഇരുവരും അവരെക്കുറിച്ചുള്ള പോസ്റ്റുകളാണ് പങ്കുവെക്കുന്നതെന്ന് എവിടെയും പറയുന്നില്ല. എനിക്കെതിരെ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബിഗ് ബോസിൽ ഞാൻ PR വെച്ച് ജയിച്ചുവെന്നും ഇപ്പോഴും PR കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പലരും പറയുന്നു. ആളുകളുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ജയിച്ചത്, ഒരു PR വർക്കുമല്ല. ഇനി അത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ ബിഗ് ബോസ് അവസാനിച്ചിട്ട് ഇപ്പോൾ 1 വർഷമാകുന്ന ഈ സമയത്ത് പോലും ദേഷ്യവും വിദ്വേഷവും ഒക്കെ വെച്ച് പെരുമാറുകയാണ് നിരവധി പേരെന്നും അങ്ങനെ പെരുമാറുന്നവർ പെരുമാറിക്കൊണ്ടിരിക്കട്ടെ എന്നുമാണ് അനുമോൾ പറയുന്നത്. അനുമോൾ തൻ്റെ ഏറ്റവും വലിയ സഹനശക്തി ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത് പറയുന്നത് എന്ന് പറയാം. ഇത്രയും നാളും ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നുവെന്ന് അനുമോൾ പറയുമ്പോൾ അത് സത്യമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നാണ് അനുമോൾ തന്നെ പറയുന്നത്. ഇതിനു മുമ്പ് വരെയും ഒരു കാര്യത്തെക്കുറിച്ചും അനുമോൾ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും മിണ്ടാതിരിക്കുകയാണ് പതിവ്. അതുപോലെ ഇതും മിണ്ടാതിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് അനുമോൾക്ക് കുറച്ചധികം വിഷമവും അതുപോലെ ഒരേ സമയം ദേഷ്യവും ഉണ്ടാക്കിയെന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ അനീഷിനുള്ള മറുപടി എന്നോണം തന്നെ അനുമോൾ ഇങ്ങനെ പങ്കുവച്ചത്. ഒരാളുടെ പേരും അവിടെ ഉന്നം വെച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും അനീഷിന്റെ പോസ്റ്റിലൂടെ അത് അനീഷിനെയാണ് മനസ്സിലാക്കിയതെന്നും ഉദ്ദേശിച്ചതെന്നുമാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇപ്പോൾ അനുമോൾ ആളുടെ പേരും പറഞ്ഞിട്ടില്ല. താൻ വിജയിയായി, തനിക്ക് സമ്മാനം ലഭിച്ചു, ഇനി എന്താണ് തനിക്ക് ഇതിൽ നിന്ന് നേടാൻ സാധിക്കുക? ഞാൻ ശത്രുതയൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. സൗഹൃദവും സ്നേഹവും മാത്രമാണ് എൻ്റെ മനസ്സിൽ. എന്നോട് ആരെന്ത് ദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞാലും ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. അതെല്ലാം ഗെയിമിൻ്റെ പാർട്ടാണെന്ന് ഞാൻ വിചാരിക്കും. എന്നാൽ ഗെയിം കഴിഞ്ഞിട്ടും ഇതൊക്കെ മനസ്സിൽ വെച്ച് നിൽക്കുന്നത് ഗെയിമിൻ്റെ പാർട്ടല്ല, അത് ഗെയിം സ്പിരിറ്റ് ഇല്ലാത്തവർ തന്നെയാണ് എന്ന് അനുവിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. എന്നാൽ അനുവിൻ്റെ തനി സ്വഭാവം കണ്ടോ എന്നും പുറത്തിറങ്ങിയപ്പോൾ അനുവിൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തുവെന്നും അതിൻ്റെ സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ അനുമോളുടെ ഭാവം മാറി എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത്. എന്നാൽ എന്തുമാത്രം സഹിച്ചിട്ടാണ് ആ കുട്ടി ഇതുവരെ എത്തിയതെന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ബിഗ് ബോസ് വീട്ടിൽ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും അനുമോൾ ഒരു അക്ഷരം മിണ്ടാതെ നിന്നതുമെല്ലാം തന്നെ മൈൻഡ് ഗെയിം തന്നെയാണ്. അത് സമ്മതിച്ചു. എല്ലാം കളിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞായിരുന്നു അനുമോൾ നിന്നത്. ശരിക്കും നല്ലൊരു ഗെയിമറായി തന്നെ നിൽക്കാൻ സാധിച്ചു അനുമോൾക്ക്. അത് സത്യം തന്നെയാണ്. പക്ഷെ എങ്ങനെയൊക്കെ ഇരുന്നാലും അതിനുശേഷം, അതായത് ഗെയിമിന് ശേഷം ഇപ്പോൾ ഇത്തരത്തിലൊന്നും പറയേണ്ട യാതൊരുവിധ കാര്യവുമില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനെ ചർച്ച ചെയ്യേണ്ട വിഷയവുമില്ല. ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയായി ഇത് വേഗം മാറാനുള്ളൊരു കാരണവും ഇത് തന്നെയാണ് എന്ന് പറയുന്നു. കാരണം അനുമോള്, ബിഗ് ബോസ്, അനീഷ് എന്ന് പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ വളരെയധികം ഇഷ്ടമുള്ള വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവരുടെ വാർത്തകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ മാറുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ചെയ്യുന്ന വിഷയം തന്നെയാണ് ബിഗ് ബോസ്. കളി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അത് വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. ആരാധകർ ഓരോ സമയം ഇതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.